നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം പുതുതായിട്ടുള്ളതൊന്നുമല്ല. കഴിഞ്ഞ 2 തവണയായിട്ട് ചെയ്ത റിലയൻസിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോകളുടെ അടിയിൽ കുറേ പേര് പല കമൻസും പല കൺസേൺസും ഡിസ്ക്രിമൻസീസും ഒക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതെല്ലാം കൂടി ഈ കുറേ കൺസേൺസൊക്കെ കൂടെ ഓഫീസിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു മറുപടി നൽകുക എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും മറുപടി നൽകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു സാമാന്യ നിയമമുണ്ട്. നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ മക്കളെ പോലെയാണ്. അതായത് ആ സ്റ്റോക്കിനെ കുറിച്ച് മറ്റാരെങ്കിലും ചീത്ത എന്തെങ്കിലും പറയുന്നൊന്നും നമുക്ക് സഹിക്കില്ല. നമ്മുടെ മക്കളെക്കുറിച്ചും നമുക്ക് ചീത്തയൊന്നും മറ്റാരെങ്കിലും പുറത്തുനിന്ന് പറയുന്നത് സഹിക്കില്ല. അപ്പോൾ അതുപോലെയാണ് പലപ്പോഴും നമ്മൾ സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഈയൊരു മാനസികാവസ്ഥ കൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതും ഇൻവെസ്റ്റ് ചെയ്തതുമായുള്ള സ്റ്റോക്കുകളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ നമ്മളതിനെ ഓവർലുക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇത് ഞാൻ ഒരു സാമാന്യ തത്വം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. അതിനകത്ത് ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 50 ഇരട്ടി ആയിട്ട് നിക്ഷേപം ഉണ്ടാക്കിയ ഒരു കമ്പനി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ഇനി ഇൻക്രെഡിബിൾ ആണെന്നുള്ളത് പറയും, വിശ്വാസയോഗ്യമല്ല എന്ന് പറയും. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ ഒരു വീഡിയോയിൽ ഒന്നിൽ പോലും നമ്മൾ ഈ ഒരു റിലയൻസിൻ്റെ റിട്ടേൺസ് വളരെ മോശമായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇനി മോശമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ടില്ല. ഫണ്ടമെൻ്റൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഒട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായിട്ട് ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാസ്റ്റിലുള്ള റിട്ടേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ പ്രധാനമായും അതിൻ്റെ അകത്ത് ഊന്നൽ കൊടുത്ത ഒരു കാര്യം, ഈ ഒരു കമ്പനിയും കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും ഒരിക്കലും, അതായത് കാലങ്ങളോളം നോക്കുകയാണെങ്കിൽ അതൊന്നും നിക്ഷേപ സൗഹൃദമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ച് പേരൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെബിയും കമ്പനി ലോ ബോർഡും അല്ലെങ്കിൽ എക്സ്ചേഞ്ചസൊക്കെ എന്ത് നോക്കിയായിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഇല്ലീഗലായിട്ടൊന്നുമില്ല. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സൗഹൃദപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ള പല കമ്പനികളുണ്ട് ഇവിടെ. ഉദാഹരണമായിട്ട് TCS. കഴിഞ്ഞ വർഷത്തെ TCSൻ്റെ ബൈബാക്ക് 4500 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്തത്. അതിലൂടെ എന്താണ് ഉറപ്പ് വരുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. അതായത് നിക്ഷേപം നടത്തിയ ഒരാളുടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നത് ഒരു പ്രീമിയത്തിൽ തന്നെയാണ്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് തിരിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടമില്ല. പക്ഷേ അതിന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവർ തിരിച്ചു വാങ്ങിച്ചതിലൂടെ അതിൻ്റെ മൂല്യം ഉയർന്നു എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇതേപോലെയുള്ള അതേസമയം ഇതിൻ്റെ വലിയ പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. റിലയൻസിന് തന്നെ ടാറ്റയ്ക്ക് തന്നെ ആണെങ്കിലും ടാറ്റയുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. അതുവഴിയോ അല്ലെങ്കിൽ വേറെ കുറേ NBFCs ഉണ്ട്. ഇതുവഴിയൊക്കെ വേണമെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന് തിരിച്ചു വാങ്ങിക്കാമായിരുന്നു. കാരണം 3000 ചില്ലറ രൂപ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എങ്കിൽ പോലും നിക്ഷേപകന് കമ്പനികളിലൊരു വിശ്വാസം ഉറപ്പുവരുത്തുവാനും നിക്ഷേപ സൗഹൃദമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതിൻ്റെ അകത്തും ഇല്ലീഗലായിട്ടൊന്നുമില്ല. അപ്പോൾ റിലയൻസും ഇത്രയും കാലം ചെയ്തൊന്നും ഇല്ലീഗലായിട്ടുണ്ടെന്ന് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ കമ്പനിയുടെ നിക്ഷേപ സൗഹൃദമല്ല എന്ന് പറയുമ്പോൾ കമ്പനിയുടെ സ്പെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കണക്കിലെടുക്കണം. കാരണം കമ്പനി 50 ഇരട്ടി നൽകിയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലയൻസിൻ്റെ കഴിഞ്ഞൊരു 20 വർഷത്തെ ക്യാഷ് ഫ്ലോയും അതേപോലെ ബിസിനസ് പ്രോസ്പെക്റ്റീവും അസറ്റ്സും അതേപോലെ റിലയൻസിന് അവാർഡ് ചെയ്ത പ്രോജക്റ്റുകളും ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പം ഈ കമ്പനി സത്യത്തിൽ ഇല്ലാൽ പോരാ. ഏറ്റവും മിനിമം ഒരു 75 മുതൽ 80 ഇരട്ടി വരെ എങ്കിലും ഇത് റിട്ടേൺസ് നൽകേണ്ടതാണ്. കാരണം കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നിലനിന്നുള്ള എല്ലാ സർക്കാരുകളുമായിട്ടും ആ സർക്കാരുകളുടെ പാർട്ടികളുമായിട്ടും റിലയൻസ് എല്ലാ കാലവും, അതായത് അംബാനി ഫാമിലി എല്ലാ കാലവും നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. അതുവഴി കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നിർഭാഗ്യവശാൽ ഈ നേട്ടങ്ങളൊന്നും അതേപോലെയൊന്നും എത്തപ്പെട്ടിട്ടില്ല. അതേസമയം പ്രത്യേകിച്ച് ഗവൺമെൻറ്റുകളുമായിട്ട് വലിയ അടുപ്പമോ ഇങ്ങനെയുള്ള നേട്ടങ്ങളോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഇപ്പം അപ്പോളോ ഹോസ്പിറ്റൽസ് പോലെ. അപ്പോളോ ഹോസ്പിറ്റൽസ് കഴിഞ്ഞ് 20 വർഷത്തിൻ്റെ അടുത്ത് 100 ഇരട്ടിയായി. അപ്പോൾ അതേസമയം റിലയൻസൊക്കെ ആണെങ്കിൽ റിലയൻസിൻ്റെ മൈനിങ് ഇതൊക്കെ ആണെങ്കിൽ KGBS ഉൾപ്പെടെയുള്ളത് ഫേവറബിളായിട്ടുള്ള കുറേ ഡിസിഷൻസൊക്കെ പലപ്പോഴും കാലാകാലങ്ങളോളം ലഭിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും നിക്ഷേപകർക്ക് അനുഭവിക്കാനായില്ല. നിക്ഷേപകർക്ക് ഒരു സാധാരണ കമ്പനി പോലെ, അതായത് ഇൻഫോസിസൊക്കെ പോലെയുള്ള ഒരു റിട്ടേൺസ് മാത്രമേ നിക്ഷേപകർക്ക് അതുകൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പരാമർശിച്ച ഒരു കാര്യം.
അല്ലാതെ ഭാവിയിലേക്ക് പൊളിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ മുമ്പ് നമുക്ക് തീരെ റിട്ടേൺസ് നൽകിയിട്ടില്ല എന്നുള്ളതല്ല. രണ്ടാമത്തെ ഒരു പരാമർശം ഞാൻ കണ്ടത് വൈ യു ആർ എൻവി ഓൺ അംബാനി എന്നാണ്. അംബാനിയായിട്ട് അസൂയപ്പെടാനൊന്നും ഞാനാളല്ല. അഥവാ നമ്മൾ അസൂയപ്പെടണമെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റിയൊക്കെ വേണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അംബാനിക്ക് ക്വാളിറ്റി ഇല്ലെന്നുള്ളതല്ല പറഞ്ഞത്. നമ്മൾ തരക്കാരോട് മാത്രമേ അസൂയപ്പെടാൻ കഴിയൂ. അല്ലാത്ത രീതി എനിക്ക് അംബാനിയായിട്ട് അസൂയപ്പെടാം, അദാനിക്ക് വേണമെങ്കിൽ അംബാനിയായിട്ട് അസൂയപ്പെടാം. എനിക്ക് അംബാനിയായിട്ട് അസൂയപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഇല്ല. അപ്പം അതൊരു തമാശയായിട്ട് മാത്രം ഞാൻ എടുക്കുന്നു. മറ്റൊരു കൺസേൺ അതിൻ്റെ അകത്ത് കണ്ടത് നമ്മുടെ RPLൻ്റെ 2-3 തവണയുള്ള റിലയൻസ് പെട്രോളിയത്തിൻ്റെ 2-3 തവണയുള്ള മേർജിങ് ഡീമർജിങ് പ്രോസസ്സ്. അപ്പം പലരും പറയുന്നതിൻ്റെ അകത്ത് റിലയൻസ് റീറ്റെയിലൊക്കെ സബ്സിഡിയറിയാണ്. സബ്സിഡിയറീസാണ് സാധാരണ ഡീമേർജ് ചെയ്ത് കളയാറ്. സബ്സിഡിയറിയോ അല്ലെങ്കിൽ ബിസിനസ് മെച്യൂർ ആകുമ്പോഴൊക്കെയാണ് ഡീമേർജ് ചെയ്ത് കളയാറ്. അപ്പോൾ അക്കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ അദാനിനെ നോക്കിക്കാണാം. അദാനി അക്കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ പ്രോസസ്സ് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിനെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഒരു കൃത്യമായിട്ടൊരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിനെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസിൻ്റെ അകത്ത് വെച്ചിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്ത് നർച്ചർ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഓൺ ആയിക്കഴിഞ്ഞാൽ അത് സ്പൺ ഓഫ് ചെയ്ത് പുറത്ത് കളയുന്നു. സ്റ്റാൻഡേർഡ് ഓൺ ആയി വളരെയധികം എന്താ പറയുന്നത് എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു പ്രോസസ്സാണ് കാലങ്ങളോളം ഫോളോ ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദാനിയുടെ ഒരു ഷെയറുകളും പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ട് ഇൻഫ്യൂഷൻ ചെയ്തിട്ട് റീറ്റെയിലറുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. എല്ലാം പോട്ടെ, സോപ്പ് പോലും വാരി വിതറിയിട്ടില്ല. അതേസമയം റിലയൻസ് റീറ്റെയിലൊന്നും അതുപോലെ അല്ലായിരുന്നു. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനൊക്കെ ആയിട്ട് വളരെയധികം കൊടുത്തു. അതൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകുമെന്നും അറിയാം. എങ്കിൽ പോലും റിലയൻസ് റീറ്റെയിലിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി ഇൻവാലിഡേഷനും ബൈബാക്കും ഒക്കെ വളരെ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചറാണ് സമ്മാനിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാ കാലവും എല്ലാ കമ്പനികളുടെയും റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് റിലയൻസിന് എന്തെങ്കിലും വലിയ മോശം ഉണ്ടാകുന്നുള്ള കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷനെ നമ്മൾ 2 തരത്തിൽ നോക്കിക്കാണണം. ഒന്നാമത്തെ കാര്യം, ഡൈവേഴ്സിഫിക്കേഷൻ ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വാറൻ ബഫറ്റോ ചാർലി മുകളൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതിൻ്റെ അർത്ഥം റിലയൻസിൻ്റെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതല്ല. പക്ഷേ അതേസമയം ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷന് പോയിട്ടുള്ള വലിയ കമ്പനികൾ പലരും വിചാരിച്ചത്ര നേട്ടം കൊയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എൻറോൺ മുതൽ നമ്മൾ യൂണിടെക് വരെ പറയാം. ഒരു 20 വർഷം മുമ്പ് നമ്മൾ യൂണിടെക് എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഇന്നത്തെ അവസ്ഥയിൽ എത്തിപ്പെടുമെന്നുള്ളതാരും സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയിട്ടില്ല. കാരണം യൂണിടെക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഒരു വേറൊരു കഥയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഈ പറഞ്ഞതുപോലെ ടെലികോം ബിസിനസ്സിനകത്തേക്കൊക്കെ കാലെടുത്ത് കുത്തി. വീഡിയോകോണിൻ്റെ അവസ്ഥ വേറെയല്ല. ഇതെല്ലാം ഡൈവേഴ്സിഫൈ തന്നെയാണ് ചെയ്തത്. അതായത് അറിയുന്നൊരു ബിസിനസ്സിൽ നിന്നും അറിയാത്തൊരു ബിസിനസ്സിലേക്ക് പണം ഡൈവേർട്ട് ചെയ്ത് പോവുക തന്നെയാണ് ചെയ്തത്. ഇനി ഇപ്പോൾ റിലയൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ പല ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇപ്പം അടുത്ത കാലത്തുള്ള ഡുൻസോ ഉൾപ്പെടെ ഇതെല്ലാം വളരെ നഷ്ടത്തിൽ കലാശിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സാണ്. പക്ഷേ ഇതൊന്നും കാര്യമായി റിലയൻസിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റിലയൻസിൻ്റെ മൈനിങ്ങും ഓയിൽ ആൻഡ് ഗ്യാസും ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ക്യാഷ് ഫ്ലോ കൊടുക്കുന്ന ഒരു വെർട്ടിക്കലാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റിലയൻസ് മോശമില്ലാത്ത കാശുണ്ടാക്കുന്നു. ആ കാശ് പലപ്പോഴും ഒരു ഫാൻസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പോലെയാണ് പലപ്പോഴും റിലയൻസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഡ്രൈവ്സൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത്. റിലയൻസിൻ്റെ ന്യൂ ഏജ് ബിസിനസ്സുകൾ, ക്രിപ്റ്റോ മുതലുള്ള സാധനങ്ങൾ, പുതിയ കമ്പനികൾ ഉണ്ടാക്കുന്നു. ഡുൻസോ പോലത്തെ കമ്പനികളെ ഏറ്റെടുക്കുകയല്ല 27% ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് അവർക്ക് പ്രൊമോട്ടർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള രീതിയിലാണ്. 75% വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പം അതിൻ്റെ അകത്ത് ഫണ്ട് ഇൻഫ്യൂഷനൊക്കെ ആണെങ്കിൽ അതേപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതുകൊണ്ട് ലാഭം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസിന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് റീവാലുവേഷൻ നടത്തുകയാണ്. കാരണം ഡുൻസോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസ് റീറ്റെയിൽ വഴി RIL ചെയ്തതാണ്. ഇപ്പോൾ ഇതെല്ലാം പലപ്പോഴും നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് മണി പലപ്പോഴും റിലയൻസ് എടുത്തിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. അപ്പം നേരത്തെ കുറേ പേര് ചോദിച്ചതുപോലെ എന്താണ് സെബിയും എക്സ്ചേഞ്ചുകളും കമ്പനി ലോ ബോർഡൊക്കെ എന്ത് ചെയ്യുകയാണ്? അവർ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇല്ലീഗലായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇടപെടാൻ കഴിയൂ. ഇതൊന്നും ഇല്ലീഗലല്ല, ഇതെല്ലാം ലീഗൽ തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ചേരുന്ന വിധത്തിലല്ല പലതും ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അവസാനം പറഞ്ഞത് തലമുറ മാറ്റത്തെക്കുറിച്ചാണ്. തലമുറ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കാണാം. തലമുറകൾ മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺസ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിക്ക് മുതൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ വേദാന്തിൽ നിന്നും പല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും മാറി നിൽക്കുന്നതിൻ്റെ കാരണം അഗർവാളിൽ നിന്നും
മകളിലേക്ക് പ്രീതിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അതെങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. കാരണം പ്രീതി CSRലാണ് ഇപ്പം വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താനെ പ്രീതി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മുതലുള്ള പോസ്റ്റിൽ നിന്ന് പതുക്കെ കയറി വന്നിട്ട് അനിൽ അഗർവാളിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ കമ്പനിയിൽ വരുന്ന ഗുണപരമോ അല്ലെങ്കിൽ ഗുണപരമല്ലാത്തതുമായിട്ടുള്ള മാറ്റങ്ങൾ എന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പിന്നെ പലപ്പോഴും വേറൊരു കമൻസ് കണ്ടത് റിലയൻസ് റീറ്റെയിലാണ് ഈ പറഞ്ഞതുപോലെ വലിയ ഫണ്ട്സിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് അത്ഭുതപ്പെടാനില്ല. കാരണം ഒന്ന് ഇൻഡെക്സുള്ളൊരു ഫണ്ടാണ്. കാരണം നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് മറ്റേതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതൊരു ചോദ്യം. പക്ഷേ അതിന് ഇടയിൽ കൂടി നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, RIൻ്റെ അകത്ത് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡൊമസ്റ്റിക്കും FI ഫണ്ട്സും കുറഞ്ഞു വരികയായിരുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു ജനറേഷനിലുള്ളൊരു ട്രാൻസിഷൻ എല്ലാ കാലത്തും വലിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ തന്നെയാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന വലിയ ഫണ്ട്സ് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ട്സിനൊക്കെ എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് റോൾ ഓവർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇന്നിട്ട് അതിൻ്റെ അർത്ഥം നീ 15 വർഷത്തേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് നിന്ന് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ കഴിയും. വളരെ കുഞ്ഞൻ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കമ്പനികളിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിനകത്ത് അഗാധമായിട്ടുള്ളൊരു വിശ്വാസങ്ങളുണ്ട് എന്നുള്ളതല്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ വീഡിയോയുടെ ഉദ്ദേശം റിലയൻസ് മോശം കമ്പനിയാണെന്നുള്ളൊരു കാര്യങ്ങളല്ല. ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ കണ്ണുമടച്ച് ഒരു കമ്പനിയിലും വിശ്വസിക്കരുത്. യൂണിടെക്കും എൻറോണും തുടങ്ങിയ, എന്തിനേറെ പറയുന്നു, അനിൽ ധീരുഭായ് അംബാനി കമ്പനി ഉൾപ്പെടെ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. തകർച്ചയ്ക്കൊന്നും അതീതരല്ല. അപ്പോൾ അതുകൊണ്ട് 10 വർഷത്തേക്ക് കണ്ണുമടച്ച് നിക്ഷേപിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഒരിക്കലും വർക്കൗട്ട് ആകില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാലങ്ങളും നിക്ഷേപിച്ചിട്ട് നിങ്ങൾ കാര്യമായിട്ട് ആ കമ്പനിയുടെ റിസൾട്ട്സൊക്കെ നിങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവസാനമായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ റിലയൻസിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റില്ല. കാരണം റിലയൻസിന് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് റെഡ് ഫ്ലാഗ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ത്രെഡ്സോ ഒന്നുമില്ല. ദീർഘകാലം, അതായത് ഒരു 10 വർഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു നിക്ഷേപത്തെക്കുറിച്ചുള്ള ആലോചന ഉള്ളവരെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതോടുകൂടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലാരിഫൈ ചെയ്തെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലുള്ളൊരു ഫർദർ ഡിസ്കഷൻസ് ഒന്നും ഇനി ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇതോട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം.